രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എന്ന് വെച്ചാൽ 2 വർഷം മുമ്പ് കേരളത്തിൽ വലിയ ചർച്ചയായ വിഷയമാണ് മുനമ്പം ഭൂമി പ്രശ്നം. മുനമ്പം ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് വഖഫ് ബോർഡും അല്ല എന്ന് അതിപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന 610ഓളം കുടുംബങ്ങളും പറയുന്നു. 610ഓളം കുടുംബങ്ങൾ സ്ഥലം വില കൊടുത്ത് വാങ്ങിയതാണ്. പക്ഷേ ഇപ്പോഴത് വഖഫ് ഭൂമിയാണ് എന്ന് വഖഫ് ബോർഡ് പറയുന്നു. വലിയ രാഷ്ട്രീയ പ്രശ്നമായി ചർച്ചയായി. സംസ്ഥാന സർക്കാരിനെതിരെ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ മുഴുവൻ ഈ പ്രശ്നത്തിൻ്റെ പേരിൽ രംഗത്തിറക്കാൻ അന്ന് UDF ശ്രമിച്ചിരുന്നു. അതിൽ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി BJP രംഗത്തിറങ്ങിയിരുന്നു. പക്ഷേ BJPക്ക് അവസാനം തിരിച്ചടി കിട്ടി എന്നത് മറ്റൊരു കാര്യം. അതിലേക്ക് പോകുന്നില്ല. ഇപ്പോഴിതാ ദീപിക ദിനപത്രം മുഖപ്രസംഗവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ദീപിക ദിനപത്രം ക്രൈസ്തവ സഭയുടെ മുഖപത്രം പോലെ പ്രവർത്തിക്കുന്ന ദിനപത്രമാണ്. അവർക്ക് തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ VD സതീശൻ എന്ന മുഖ്യമന്ത്രിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരേണ്ടി വന്നു. ആരെയാണോ അധികാരത്തിലേറ്റാൻ ഇത്രകാലം പ്രവർത്തിച്ചത് അവർക്ക് തന്നെ ഇപ്പോൾ മുനമ്പം വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രംഗത്ത് വരേണ്ടി വന്നു. VD സതീശനെതിരെ രംഗത്ത് വരേണ്ടി വന്നു. ഈ മുഖപ്രസംഗത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. പിണറായി സർക്കാരും കുറേയൊക്കെ ശ്രമിച്ചെങ്കിലും പരിഹരിക്കാനായില്ല. അധികാരത്തിലെത്തിയാൽ 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഈ സംഭവ വികാസങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞു അതിലെ വിവരങ്ങൾ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ കോൺഗ്രസിനെതിരെയും രൂക്ഷ വിമർശനം ഉയർത്തുന്നുണ്ട്. 1954 വഖഫ് നിയമത്തിൽ കോൺഗ്രസ് സർക്കാർ 1995 വരുത്തിയ ഭേദഗതിയിലെ 40-ാം അനുച്ഛേദ പ്രകാരം ഏതെങ്കിലും സ്വത്ത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് വഖഫ് ബോർഡ് കരുതിയാൽ നിലവിലുള്ള ഏതു രജിസ്ട്രേഷൻ ആക്ടിനെയും മറികടന്ന് അത് സ്വന്തമാക്കാം എന്ന ഭേദഗതി കൊണ്ടുവന്നത് 1995 കോൺഗ്രസ് സർക്കാരാണ്. കോൺഗ്രസ് സർക്കാരിനെ നിശിതമായി വിമർശിക്കുന്നു മുഖപ്രസംഗത്തിൽ. മതപ്രീണനത്തിനു വേണ്ടി കോൺഗ്രസ് പടച്ച ഒരു നിയമം മുനമ്പത്തുൾപ്പെടെ എത്ര മനുഷ്യരെയാണ് വഴിയാധാരമാക്കിയത്? എത്ര സംസ്ഥാന സർക്കാരുകളുടെ കൈകാലുകളാണ് ബന്ധിച്ചത്? എത്ര രാഷ്ട്രീയ നേതാക്കളെയാണ് നിശബ്ദരാക്കി കളഞ്ഞത്? എത്ര കോടതികളെയാണ് നിസ്സഹായരാക്കിയത്? എത്ര മതവിഭാഗീയതയ്ക്കാണ് അത് ഇടയാക്കിയത്? കേരളത്തിൽ പോലും എന്തു വർഗീയ ചിന്തകൾക്കാണ് അത് വളമിട്ട് കൊടുത്തത്? ഈ മത നിയമ വാഴ്ചയ്ക്ക് അവസാനമില്ലേ എന്ന ചോദ്യവും ചോദിക്കുന്നുണ്ട് ദീപിക ദിനപത്രം. അതിനുശേഷം മുൻപം പ്രശ്നത്തിലേക്ക് വീണ്ടും പോവുകയാണ് ചെയ്യുന്നത് ദീപിക ദിനപത്രം. 1954 വഖഫ് നിയമത്തിൽ കോൺഗ്രസ് സർക്കാർ 1995 വരുത്തിയ ഭേദഗതിയിലെ 40-ാം അനുച്ഛേദ പ്രകാരം ഏതെങ്കിലും സ്വത്ത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് വഖഫ് ബോർഡ് കരുതിയാൽ നിലവിലുള്ള ഏതു രജിസ്ട്രേഷൻ ആക്ടിനെയും മറികടന്ന് അത് സ്വന്തമാക്കാം. ഇരകൾ കോടതിയല്ല വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കണം. ഈ നിയമം ഉപയോഗിച്ചാണ് 2019 കൊച്ചി വൈപ്പിൻ ദ്വീപിലെ മുനമ്പം വേളാങ്കണ്ണി കടപ്പുറത്തെ 610 കുടുംബങ്ങളുടെ 404 ഏക്കർ ഭൂമിയും വഖഫ് ബോർഡിന്റെ ആസ്തി വിവരത്തിൽ ഉൾപ്പെടുത്തിയത്. അന്നു മുതൽ മുനമ്പത്തുകാരുടെ ജീവിതം ഈ മത നിയമത്തിന്റെ കാരുണ്യത്തിലായി. ആധുനിക മതേതര ജനാധിപത്യ ഭരണഘടന നിലവിലുള്ള ഒരു രാജ്യത്തും സാധ്യമല്ലാത്ത ഈ വകുപ്പുകൾ എങ്ങനെ നമ്മുടെ രാജ്യത്ത് പാസാക്കി എന്നത് രാഷ്ട്രീയ മീമാംസകർ ഗവേഷണം നടത്തേണ്ടതാണ് എന്ന് പറയുന്നു. അതിനുശേഷം സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വരികയാണ് ചെയ്യുന്നത് ദീപിക ദിനപത്രം. കേരളയിൽ വിജ്ഞാപനവും സ്ഥലമേറ്റെടുക്കലുമെല്ലാം പുതിയ സർക്കാർ കഴിഞ്ഞ ദിവസം റദ്ദാക്കിയപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് സ്ഥലം ഏറ്റെടുക്കാൻ നാട്ടിയ മഞ്ഞക്കുറ്റികൾ നീക്കം ചെയ്യും. ആ മനുഷ്യർക്ക് സ്വന്തം സ്ഥലം വിൽക്കാനോ ആർക്കെങ്കിലും വാങ്ങാനോ മക്കളുടെ ആവശ്യത്തിന് പണയം വയ്ക്കാനോ പോലും വയ്യാത്ത സ്ഥിതിയാണ് എന്നാണ്. അതേ അവസ്ഥയിലാണ് മുനമ്പത്തെ മനുഷ്യർ. മുനമ്പം ഭൂമി വഖഫല്ലെന്നും തങ്ങൾ അധികാരത്തിലെത്തിയാൽ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. നീതിക്ക് പോലും മതം തടസ്സമാണെന്ന് വരികയാണ്. സർക്കാരിന്റെ വിജ്ഞാപനം റദ്ദാക്കുന്നത് പോലെ എളുപ്പമല്ലേ വഖഫ് ബോർഡിന്റെ വിജ്ഞാപനങ്ങളെ തൊട്ടുകളിക്കാൻ എന്ന ചോദ്യവും ചോദിക്കുന്നുണ്ട് ദീപിക ദിനപത്രം. അതിനുശേഷം അടുത്ത പാരഗ്രാഫിൽ പറയുന്നു, 2025 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ കഴിഞ്ഞ LDF സർക്കാരിനു വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ സ്വീകരിച്ച നിലപാട് മുനമ്പത്തുകാർക്ക് അനുകൂലമായിരുന്നു. മുനമ്പത്തുകാർക്ക് അനുകൂലമായ നിലപാട് 2025 സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നു എന്ന് മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു. 1950 ഫറൂഖ് മാനേജ്മെന്റിന് നൽകിയ എൻഡോമെന്റ് ആധാരം വഖഫ് സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നില്ലെന്നും ഇടപാട് നടന്ന് 69 വർഷത്തിന് ശേഷം മുനമ്പം ഭൂമി അവകാശപ്പെട്ട് വഖഫ് ബോർഡ് നടത്തിയ ഏകപക്ഷീയ വിജ്ഞാപനം സർക്കാരും കോടതിയും പരിശോധിക്കേണ്ടതാണെന്നുമായിരുന്നു വാദം എന്ന് പറഞ്ഞുകൊണ്ട് LDF സർക്കാർ ഹൈക്കോടതിക്ക് മുന്നിൽ വെച്ച വാദത്തെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ദീപിക മുഖപ്രസംഗം. അതിനുശേഷം
ഏറ്റവും അവസാന പാരഗ്രാഫിൽ പറയുന്നത് ഇങ്ങനെയാണ്: വഖഫിന്റെ ചെരുപ്പിനനുസരിച്ച് നീതിയുടെ കാലുകൾ വെട്ടിമുറിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഇരകളെക്കാൾ വലിയ നിസ്സഹായ അവസ്ഥയിലാണോ തങ്ങളെന്ന് പുതിയ സർക്കാർ ആത്മപരിശോധന നടത്തണം. വഖഫ് ബോർഡിന്റെ ഉമീദ് വിജ്ഞാപനം റദ്ദാക്കി മുനമ്പത്തെ വഖഫ് കുറ്റികൾ പറിച്ച് അറബിക്കടലിൽ എറിയണം. അതുവരെ 10 മിനിറ്റ് വാഗ്ദാന മഴ നനഞ്ഞ ഇരകൾ മതേതരത്വത്തിന്റെ തിരകൾ എണ്ണി കടപ്പുറത്തുണ്ടാകും, എങ്ങോട്ടും പോകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. 10 മിനിറ്റിന്റെ വാഗ്ദാന പെരുമഴ നനഞ്ഞുകൊണ്ട് ഇരകൾ ഇപ്പോഴും അറബിക്കടലിന്റെ തീരത്തുണ്ടാകും, മുനമ്പം തീരത്തുണ്ടാകും എന്ന് പറഞ്ഞാണ് മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നത്. ഒരു 10 മിനിറ്റ് മാറ്റിവെക്കാൻ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന് സമയമുണ്ടാകട്ടെ. അദ്ദേഹത്തിന് സമയമുണ്ടാകുമോ എന്നറിയില്ല, ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുഖ്യമന്ത്രി അടിയന്തരമായി ഈ പ്രശ്നത്തിൽ ഇടപെട്ട് 10 മിനിറ്റ് നീക്കി വെക്കേണ്ടതുണ്ട്. എങ്കിലേ മുനമ്പത്തെ 610 കുടുംബങ്ങളുടെ കണ്ണീരൊപ്പാൻ കഴിയുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുനമ്പം വിഷയം ഉയർത്തി രാഷ്ട്രീയ പ്രചാരണം നടത്തി LDF-നെതിരെ വലിയ ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അന്ന് പറഞ്ഞത് ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അതിലേക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്.